നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. വീടുകൾക്ക് പുറമെ എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ ടൌൺഷിപ്പുകളാകും നിർമ്മിച്ചു നൽകുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിഎം ഫസൽ ബീമാ യോജനയും കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും ഒരു വർഷം കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെത്തിയ നിയുക്ത ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. 15ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പൊള്ളലേറ്റവർക്ക് ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനം ഉറപ്പുവരുത്താനായി സംസ്ഥാനത്ത് സ്കിൻ ബാങ്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര തിരുവനന്തപുരത്ത് ഇന്ന് നടന്നു. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുമ്പാല, എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിലായി നിർമ്മിക്കുന്ന 2 ടൌൺഷിപ്പുകളിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾക്ക് പുറമെ വിദ്യാലയം, ആരോഗ്യ കേന്ദ്രം, കളിസ്ഥലം തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാക്കും. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമായിരിക്കും നൽകുകയെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീട് വെച്ച് നൽകുക എന്ന് മാത്രമല്ല പുനരധിവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഉദ്ദേശം. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമായിരിക്കും നൽകുക. ടൌൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. ടൌൺഷിപ്പിന് 750 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഗുണഭോക്താക്കളുടെ പട്ടിക ഈ മാസം 25-നകം പുറത്തിറക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാർ. കിഫ്കോണിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള സർവേ നടപടികൾ എസ്റ്റേറ്റുകളിൽ ആരംഭിച്ചു. കൃഷി, വനം, റവന്യൂ ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് സർവേ നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. സ്പെഷ്യൽ ഓഫീസർ ജെഒ അരുണിന്റെ നേതൃത്വത്തിലാണ് സർവേ തുടങ്ങിയത്. കൃഷി, വനം, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് സംയുക്ത ചുമതല. എൽസനസിൽ നിന്നും ആവശ്യമായ ഭൂമിയിലെ മഹസൂലും തയ്യാറാക്കുന്നുണ്ട്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് സർവേ പൂർത്തീകരിക്കുന്നത്. എൽസൺ എസ്റ്റേറ്റിൽ നിന്നും 78 ഹെക്ടറും നെടുമ്പാല ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്നും 68 ഹെക്ടറുമാണ് വേണ്ടത്. എൽസൺ എസ്റ്റേറ്റിലെ സർവേ പൂർത്തിയാകും മുറയ്ക്ക് ഹാരിസണിലെ സർവേ തുടങ്ങും. മഹസൂൽ പരിഗണിച്ചായിരിക്കും എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം കണക്കാക്കുക. അതേസമയം പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ചു. 2 ടൌൺഷിപ്പായിട്ടായിരിക്കും പുനരധിവാസം നടപ്പിലാക്കുക. ഒരു വീട് 1000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഒറ്റനില വീടായിരിക്കും നിർമ്മിക്കുക. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം 2025 ജനുവരി 17 മുതൽ വിളിച്ചു ചേർക്കുവാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. പിഎം ഫസൽ ബീമാ യോജന, നവീകരിച്ച കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവ അടുത്ത സാമ്പത്തിക വർഷത്തിൽ കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. പദ്ധതിക്കായുള്ള വകയിരുത്തൽ 69,515 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായും മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പദ്ധതി പ്രകാരം ഇൻഷുർ ചെയ്ത കർഷകരിൽ 88% ചെറുകിട നാമമാത്ര കർഷകരാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 1,70,000 കോടി രൂപയുടെ ക്ലെയിം പദ്ധതികളിലൂടെ കർഷകർക്ക് ലഭ്യമാക്കിയതായും മന്ത്രി പറഞ്ഞു. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് വൈകുന്നേരം എത്തിച്ചേർന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ശംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് നിയുക്ത ഗവർണറെ കേരളം വരവേറ്റത്. തുടർന്ന് രാജ്ഭവനിലെത്തിയ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പും ലഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു.
കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. ഇടറോഡിലെ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് പലതവണ മലക്കം മറിഞ്ഞ ശേഷം ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് പ്രധാന റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. 15 കുട്ടികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ ബസ്സാണ് ഇന്ന് വൈകുന്നേരം അപകടത്തിൽപ്പെട്ടത്. പൊള്ളലേറ്റവർക്ക് ലോകോത്തര നിലവാരമുള്ള നൂതന ചികിത്സാ സംവിധാനം ഉറപ്പുവരുത്താനായി കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാന മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപിച്ച ബേൺസ് യൂണിറ്റുകൾ ശക്തിപ്പെടുത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് ആവശ്യമുള്ള രോഗികൾക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വച്ചുപിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത്. ശബരിമലയിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കും മകരവിളക്ക് ദർശനത്തിനുമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ഈ വർഷത്തെ തീർത്ഥാടനം വിജയകരമായി നടന്നുവരുന്നതായും 32 ലക്ഷത്തിലധികം പേർ ഇക്കുറി ശബരിമലയിൽ ദർശനം നടത്തിയതായും മന്ത്രി പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര ഭംഗിയാക്കുന്നതിന്, മകരവിളക്ക് തീർത്ഥാടനം ഭംഗിയാക്കുന്നതിന് എല്ലാമുള്ള മുൻകരുതലുകൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ അതനുസരിച്ച് ദർശനം തുടങ്ങി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുവരിക. തിരുവാഭരണ ഘോഷയാത്ര കാനനപാതയിൽ കൂടിയാണ് കടന്നു വരുന്നത്. എല്ലാ വഴിയോരങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്നതിനും ഒരു തടസ്സവുമില്ലാതെ കടന്നു പോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം വനപാലകരുടെ, പോലീസിന്റെ, ഫയർഫോഴ്സിന്റെ എല്ലാ സേനാംഗങ്ങളും സന്നദ്ധ സേനകളും എല്ലാം ചേർന്ന് ക്രമീകരിക്കാനുള്ള ഓരോ സെന്ററിലും പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇങ്ങനെ മകരവിളക്കും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരും. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് സമ്മാനിക്കുമെന്നും ശ്രീ വി.എൻ. വാസവൻ അറിയിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിവിധ നൃത്തരൂപങ്ങൾ, ബാൻഡുമേളം, ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. തിരുവനന്തപുരത്തെ വിവിധ വേദികളിലായി ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന കലോത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി ഇന്ന് വിലയിരുത്തി. 92ാമത് ശിവഗിരി തീർത്ഥാടന സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ട മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു. തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെയാണ് ഗുരു പടപൊരുതിയതെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക സംവരണത്തിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാരുകൾക്ക് ശുപാർശകൾ നൽകാനായി ദേശീയ EWS കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നായർ സർവീസ് സൊസൈറ്റി. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പെരുന്നയിൽ ചേർന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിലാണ് NSS ഈ ആവശ്യം ഉന്നയിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ CBI കോടതി മറ്റന്നാൾ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്ന പശ്ചാത്തലത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിൽ സമാധാന യോഗം ചേർന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ കെ. ഇൻബശേഖരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡി. ശിൽപ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സമൂഹമാധ്യമം വഴിയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സോഷ്യൽ മീഡിയ നിരീക്ഷണം ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് വോട്ടർ പട്ടിക ജനുവരി 3-നും അന്തിമ പട്ടിക 28-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ. ഷാജഹാൻ അറിയിച്ചു. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ജനുവരി 3 മുതൽ 18 വരെ അപേക്ഷിക്കാം. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് പേര് ചേർക്കാൻ അർഹതയുള്ളത്. അമിത നിരക്ക് ഒഴിവാക്കി കേരളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുള്ള വിമാനയാത്രാ നിരക്ക് ഏകീകരിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിനും വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡുവിനും മന്ത്രി വി. അബ്ദുറഹിമാൻ കത്തയച്ചു. 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും സർവീസിനായി വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ഉറപ്പിക്കുന്നതിന് മുൻപ് യാത്രാനിരക്ക് സംബന്ധിച്ച് ഇടപെടൽ നടത്താനാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വേല എഴുന്നള്ളിപ്പിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകി. പൊതുജനങ്ങൾക്കുള്ള സുരക്ഷാ ഭീഷണിയും കേന്ദ്രം സ്ഫോടക വസ്തു നിയമത്തിൽ വരുത്തിയ ഭേദഗതികളും ചൂണ്ടിക്കാണിച്ചാണ് തൃശൂർ ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. വീടുകൾക്ക് പുറമെ എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ ടൌൺഷിപ്പുകളാകും നിർമ്മിച്ചു നൽകുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PM ഫസൽ ബീമാ യോജനയും കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 1 വർഷം കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി.
കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തെത്തിയ നിയുക്ത ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. 15ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പൊള്ളലേറ്റവർക്ക് ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനം ഉറപ്പുവരുത്താനായി സംസ്ഥാനത്ത് സ്കിൻ ബാങ്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര തിരുവനന്തപുരത്ത് ഇന്ന് നടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്. ആകാശവാണി